Hello everyone, so hope you all doing well. So today we are going to cover the second unit, liberty as self-determination. So first unit നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്തത്? കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി പറഞ്ഞു, അതുപോലെ തന്നെ ഡിഫറെന്റ് കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, ആൻഡ് ജെഎസ് മിൽ നോഷൻ ഓഫ് ലിബർട്ടി നമ്മൾ കവർ ചെയ്തു. സോ സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡിങ് വേരിയസ് വ്യൂസ് ഓൺ ലിബർട്ടി ആയിരിക്കും. മറ്റുള്ളവര് ലിബർട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു യൂണിറ്റ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ കവറിംഗ് ഓൾ ദിസ് ചാപ്റ്റേഴ്സ് യു ഗോയിൻ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് the relations between liberty and the self determination. Okay, so നമ്മുടെ ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് നിയോ ലിബറൽ വ്യൂ ആണ്. So before going to this neoliberal view, let me give an introduction about this liberalism. Liberalism കോൺസെപ്റ്റിന്റെ മോഡേൺ ഫോം ആണ് neoliberal view എന്ന് പറഞ്ഞത്. So actually the liberalism concept emerged in this modern Europe to resist the hierarchical order and the struggle that faced by these people. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലിബറലിസം എന്ന കോൺസെപ്റ്റ് എമേർജ് ചെയ്തത്. സോ ദേ ആർ മെയിൻലി ഫോക്കസ്ഡ് ദ ഇൻഡിവിജ്വാലിറ്റി, ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരുന്നു ലിബറലിസം എന്ന കോൺസെപ്റ്റ് വന്നത്. സോ ദെൻ ക്ലാസിക്കൽ ലിബറലിസം എത്തുമ്പോഴത്തേക്ക് പോസിറ്റീവ് ലിബർട്ടിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുകയുണ്ടായി. ദാറ്റ് മീൻസ് ലൈക്ക് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ വേണം, എന്നാൽ മാത്രമേ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ, എന്നാൽ മാത്രമേ ലിബർട്ടി ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലായി. Then when we come to neoliberal views, they give much priority to the marketizations. കോമ്പറ്റേറ്റീവ് വേൾഡിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് neoliberal views. That doesn't mean like they didn't give much importance to government. They give both importance, പക്ഷെ ഗവൺമെന്റിന്റെ റോൾ എന്ന് പറഞ്ഞത് ലിമിറ്റഡ് ആയിരിക്കും അല്ലെ. So actually the theory proposed by this Ronald and Margaret, and it started in 1970s to revive the economic liberalism. എക്കണോമിക് ലിബറലിസത്തിന്റെ എന്താണ് പുനർജീവനമാണ് നിയോ ലിബറലിസം എന്ന് പറഞ്ഞാൽ അതിനായിട്ട് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ മെയിൻ ആയിട്ട് നിയോ ലിബറൽസിന്റെ തിയറിസ്റ്റ് അല്ലെങ്കിൽ തിങ്കർ എന്ന് പറഞ്ഞാൽ ഹെയ്ക്ക് ആണ്. സോ ഓൺ ഹിസ് വർക്ക് its Constitution of Liberty argued that a man possesses liberty or freedom when he is not subjected to coercion by the arbitrary will of another. എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നത് അവർ മറ്റുള്ളവരുടെ അടിമയായിരിക്കുന്നതല്ല, സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ലിബർട്ടി എന്ന കോൺസെപ്റ്റിന് പ്രാധാന്യമുള്ളൂ എന്നാണ് ഹെയ്ക്കിന്റെ കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സൊസൈറ്റിയിലായിരിക്കുമ്പോൾ നമ്മൾ ഓൾവേസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് അനദർ പീപ്പിൾ. വി ഓൾവേസ് want to hear the order of other people. Like we are waiting for the order of other people. So എന്ന് വെച്ചാൽ നമ്മൾ ഡിപ്പെൻഡഡ് ആണ് അല്ലെ, നമ്മൾ മറ്റുള്ള ഒരാളുടെ വോയിസിനെയോ പ്രവൃത്തിനെയോ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്താണ്? ലിബർട്ടി അല്ല, അതല്ല ഇൻഡിവിജ്വൽ കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. സോ ഇൻഡിവിജ്വൽ ഫ്രീഡം ഇസ് നോട്ട് ഇന്നർ ഫ്രീഡം, പൊളിറ്റിക്കൽ ഫ്രീഡം, ഫ്രീഡം ആസ് പവർ. ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നത് ഇന്നർ ഫ്രീഡം അല്ല. ഇന്നർ ഫ്രീഡം എന്ന് പറഞ്ഞാല് every individual put in boundaries inside us. അത് മേ ബി ഫിയർ ആവാം, മേ ബി ഇറ്റ് ഇസ് an insecurity to do something. So we are shackled, we are chained to witness the problems that we facing. പേടിയോണ്ടായിരിക്കും മെയിൻ ആയിട്ട് നമ്മൾ ഓരോരുത്തരും ഓരോ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് മറികടക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റുന്നുണ്ടാവില്ല. അതല്ല എന്ത് ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇൻസെക്യൂരിറ്റിനെ മറികടക്കുന്നതല്ല ഇൻഡിവിജ്വൽ ഫ്രീഡം. പിന്നെ എന്താണ്? പൊളിറ്റിക്കൽ ഫ്രീഡവും അല്ല. പൊളിറ്റിക്കൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി the ultimate power laid down in the hands of the citizen. In that we have the power to do, we are choosing our representative, and they are making the laws for us. If there are any problem, we can oppose, we can resist. നമുക്ക് നമ്മുടെ വോയിസിന് we have a voice there in a democratic society. പക്ഷെ അതും എന്തല്ല, ഇൻഡിവിജ്വൽ ഫ്രീഡം അല്ല എന്നാണ് പറയുന്നത്. Then what? Freedom as power. Freedom as power എന്ന് പറഞ്ഞാല് the power to do anything. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, വാട്ട് എവർ വി വാണ്ട് ടു, ലൈക്ക് വി ക്യാൻ ഡു, ദാറ്റ് ഈസ് കോൾഡ് പവർ അല്ലെ. അതും അല്ല എന്ത് ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇൻഡിവിജ്വൽ ഫ്രീഡം അക്കോർഡിംഗ് ടു ഹിം? An individual might be guided by his action or will rather than
കോഴ്സ്ഡ് ബൈ അതേഴ്സ്. ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് തന്റെ ആക്ഷനെയും തന്റെ വില്ലിനെയും ഗൈഡ് ചെയ്യാൻ പറ്റിയിരിക്കണം. അതാണ് ഇൻഡിവിജ്വൽ ലിബർട്ടി എന്ന് പറയുന്നത്. സോ ഇഫ് ദർ എനി സ്റ്റേറ്റ് ഇന്റർവെൻഷൻ the individual be able to self-determine if there exists freedom of constraint of the state. ഒരു സ്റ്റേറ്റിന്റെ റെസ്ട്രിക്ഷൻസ് അവിടെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റണം. മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഇൻഡിവിജ്വൽ കാര്യങ്ങൾ നടക്കേണ്ടത്. അതാണ് എന്ത് ഇൻഡിവിജ്വൽ ഫ്രീഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഹി ഈവൻ ഡിനൈഡ് ഈക്വൽ ഫ്രീഡം ഫോർ ഓൾ. എല്ലാവർക്കും ഉള്ളൊരു ഫ്രീഡം എന്താണ് അദ്ദേഹം എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് എല്ലാവരും ഇനീക്വാലിറ്റി അനുഭവിക്കുന്നതിനെക്കാട്ടും നല്ലത് കുറച്ചു പേര് ഇനീക്വാലിറ്റി അനുഭവിച്ചോട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ഈസ് ബെറ്റർ ലൈക്ക് someone faces inequality rather than everyone faces inequality. So that is his concept. And Milton പറഞ്ഞിരിക്കുന്നത് in his book Capitalism and Freedom underline that the capitalism and competitive society can sustain condition of freedom where an individual can self-determine his action and thoughts. That means like കോമ്പറ്റേറ്റീവ് സൊസൈറ്റിയിൽ മാത്രമേ ഒരു സെൽഫ് ഡിറ്റർമിനേഷൻസ് അല്ലെങ്കിൽ അവരുടെ സ്വയം തോട്ടും അവരുടെ ആക്ഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇൻ 1974 the work of this Robert started an individual can enjoy the liberty of self-determination only if the state perform limited function. സോ ഈ ഒരു നിയോ ലിബറൽ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയോ ലിബറൽസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കോമ്പറ്റേറ്റീവ് വേൾഡ് അല്ലെങ്കിൽ മാർക്കറ്റ് എക്കണോമിനെയാണ്. സോ മീൻസ് ദാറ്റ് ഒരു ഇൻഡിവിജ്വലിന് ഫ്രീഡം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് എക്കണോമി അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്കണോമിയിൽ മാത്രമാണ്. കാരണം ആ ഒരു എക്കണോമിയിൽ ആ ഒരു സൊസൈറ്റിയിൽ മാത്രമേ നമ്മളുടെ പൊട്ടൻഷ്യൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ, നമ്മളെ സെൽഫിന് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ മാത്രമേ കിട്ടുള്ളൂ. അവിടെ എന്തും വേണം, സ്റ്റേറ്റിന്റെ ചെറിയൊരു ലിമിറ്റഡ് റോളും വേണം ടു പ്രൊമോട്ട് ദ ബേസിക് നീഡ്സ് ടു ദ പീപ്പിൾ. ഒരു ഫുള്ളി സ്റ്റേറ്റ് ഇന്റർവെൻഷൻ സൊസൈറ്റി ആണെങ്കിൽ സ്റ്റേറ്റ് ആയിരിക്കും അവിടെ എല്ലാ കൺട്രോളും ചെയ്യുന്നത്. നമ്മുടെ സെൽഫ് ഡെവലപ്മെന്റ് അവിടെ ഉണ്ടാവില്ല, അല്ലെ? സോ ഒരു മാർക്കറ്റ് എക്കണോമിയിൽ, ഒരു കോമ്പറ്റേറ്റീവ് എക്കണോമിയിൽ മാത്രമേ അത് നടപ്പിലാകൂ. കാരണം കോമ്പറ്റേറ്റീവ് എക്കണോമിയിലാണെങ്കിൽ എവ്രി വൺ കോമ്പീറ്റ് ഈച്ച് അതർ ടു ഗെറ്റ് ദ ബെസ്റ്റ്. സോ എല്ലാവർക്കും അത് ബെസ്റ്റ് ആക്കാൻ പറ്റില്ല. ഓരോരുത്തരുടെ കാപ്പബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് മുന്നേറാൻ പറ്റും. അതാണ് എന്ത് നിയോ ലിബറൽ കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. Then let's move to the Marxist concept of freedom. So Marxism എന്ന കോൺസെപ്റ്റ് മെയിൻ ആയിട്ട് എന്താണ് റിജക്ട് ചെയ്യുന്നത്? ക്യാപിറ്റലിസത്തെയാണ്. ക്യാപിറ്റലിസം അല്ലെങ്കിൽ ബുർജ്വായ് സൊസൈറ്റിനെ റിജക്ട് ചെയ്തുകൊണ്ടാണ് മാർക്സിസം കോൺസെപ്റ്റ് വരുന്നത്. So actually he does not accept the theory of atomicized, alienated and possessive individual being capable of enjoying freedom. So alienation-ല് എന്താണ് ഒരു ഇൻഡിവിജ്വലിന്റെ കാപ്പബിലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻ എ ക്യാപിറ്റൽ സൊസൈറ്റി ദർ ഓൾവേസ് ബി റെസ്ട്രിക്റ്റഡ്. ഒരു ഇൻഡിവിജ്വലിന്റെ പ്രയോറിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ കാപ്പബിലിറ്റി ഒരിക്കലും ഒരു ക്യാപിറ്റൽ സൊസൈറ്റിയിൽ നമുക്ക് നടക്കാൻ പറ്റില്ല. നമ്മളെ ഇഷ്ടത്തിൽ നമുക്ക് അവിടെ ചെയ്യാൻ ഒന്നും പറ്റില്ല. കാരണം ബുർജ്വായ്സിന്റെ അണ്ടറിലായിരിക്കും മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു മെജോറിറ്റി ഓഫ് പീപ്പിൾ ആയിരിക്കും. അവരായിരിക്കും ആ സൊസൈറ്റി കൺട്രോൾ ചെയ്യുന്നത് മൊത്തം. അപ്പൊ ബാക്കിയുള്ള പീപ്പിളിന് ഒരു റോളും ഒരു ഫ്രീഡം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അത് ഫ്രീഡം എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ഹി ക്രിട്ടിക് ഓഫ് ദിസ് ക്യാപിറ്റൽ സൊസൈറ്റി, capitalist mode of production is an exploitative system as it deprives the individual freedom. ഈ ക്യാപിറ്റൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഇൻഡിവിജ്വൽ ഫ്രീഡമിനെ കവരുന്നു എന്നാണ് പറയുന്നത്. It does not promote the individual freedom. They always restrict the people to do some activity. And Marx says that an individual can realize himself truly only in the communist society. So അദ്ദേഹം പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ഒരു ഇൻഡിവിജ്വലിന് സ്വയം വളരാൻ പറ്റില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിൽ മാത്രമേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സെൽഫ് റിയലൈസേഷൻ, സെൽഫ് ഡിറ്റർമിനേഷൻസ് ആൻഡ് ദ കാപ്പബിലിറ്റി പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അവിടെ ലിബറലിസം വേണം, ലിബറൽ കോൺസെപ്റ്റ് വേണം.
അല്ലെങ്കിൽ എന്താണ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ലിമിറ്റഡ് ആയിരിക്കും, നമുക്ക് കിട്ടില്ല അല്ലെ. സോ ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് മാർക്സിസം എക്സ്പ്ലെയിൻ. ആൻഡ് ദിസ് തേർഡ് യൂണിറ്റ് വി ക്യാൻ കവർ എ വൈഡ് റേഞ്ച് ഓഫ് ദിസ് മാർക്സിസ്റ്റ് കോൺസെപ്റ്റ്. അലിനേഷൻ എന്താണെന്നും കുറെ കോൺസെപ്റ്റ് നമുക്ക് തേർഡ് യൂണിറ്റിൽ വിശദമായിട്ട് പഠിക്കാം. തേർഡ് യൂണിറ്റ് മൊത്തം മാർക്സിസത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് പറയുന്നത്. ഓക്കെ, so the third one is John Rule concept of freedom. So John's rules എന്ന് പറയുന്നത് എന്താണ്? He's actually propagate the theory of justice. Theory of justice പ്രൊമോട്ട് ചെയ്ത ആളാണ് ജോൺ റൂൾസ് എന്ന് പറയുന്നത്. സോ ഹിസ് മെയിൻ കോൺസെപ്റ്റ് ഓഫ് തിയറി എന്ന് പറയുന്നത് ഈവിൾ ഓഫ് ഇഗ്നോറൻസ് ആണ്. ദാറ്റ് മീൻസ് ലൈക്ക് ഒറിജിനൽ പൊസിഷൻ. സോ ഒരു സൊസൈറ്റിയിൽ നമ്മളെ ഇൻഡിവിജ്വൽ ഒറിജിനൽ പൊസിഷൻ മറക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം നമ്മളുടെ പൊട്ടൻഷ്യൽ എന്താണ്, നമ്മളുടെ കാപ്പബിലിറ്റീസ് എന്താണ്, നമ്മുടെ ഫാമിലി, നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ ഇൻകം, നമ്മുടെ വെൽത്ത്, ഇതെല്ലാം എന്താണ് ഒരു സൊസൈറ്റിയിൽ ഇഗ്നോറൻസ് ചെയ്യപ്പെടുകയാണ് എന്നാണ് ആര് പറയുന്നത്? ജോൺ റൂൾസ് പറയുന്നത്. സോ ഈ ഫ്ലോ ഓഫ് ഇഗ്നോറൻസ് ഉള്ളത് കൊണ്ട് അവിടെ ഇൻഡിവിജ്വലിന് ഫ്രീഡം അല്ലെങ്കിൽ ജസ്റ്റിസ് ഉണ്ടാവില്ല. സോ ഇഫ് എ പേഴ്സൺ നീഡ് justice or equality or freedom in the society, there should be no ignorance. സോ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാള് ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അയാളുടെ സാഹചര്യം കൊണ്ടായിരിക്കാം, അത് അയാൾ ചിലപ്പോൾ ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കില്ല. മേ ബി ഇറ്റ് ഇസ് എ സർക്കംസ്റ്റാൻസസ് മെയ്ഡ് ഹിം ടു കമ്മിറ്റ് ദ ക്രൈം. ദാറ്റ് ഇസ് ബിക്കോസ് ദ ഈവിൾ ഓഫ് ഇഗ്നോറൻസ്. സോ ഈവിൾ ഓഫ് ഇഗ്നോറൻസ് എന്താണ്? പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ജോൺ റൂൾസ് പറയുന്നത്. സോ ഹിസ് ഫ്രീഡം ഓഫ് കോൺസെപ്റ്റ്, ഹിസ് ഫ്രീഡം ലൈസ് ഇൻ ദ ത്രീ പ്രിൻസിപ്പിൾ: മാക്സിമം ലിബർട്ടി, ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, ഡിഫറെന്റ് പ്രിൻസിപ്പിൾസ്. എന്ന് വെച്ചാൽ മാക്സിമം ലിബർട്ടി അവിടെ ഉണ്ടായിരിക്കണം, ആൻഡ് ഓൾസോ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. എന്ന് വെച്ചാൽ ആരും നോ വൺ ഷാൽ ബി ഡിസ്ക്രിമിനേറ്റഡ് ഇൻ ദ നെയിം ഓഫ് എനി ടൈറ്റിൽസ്. ഒരാളും ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്. എല്ലാവർക്കും റിസോഴ്സസ് സെയിം നമ്പർ ഓഫ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ അവിടെ ലിബർട്ടി ഉണ്ടാവുള്ളൂ. ആൻഡ് ഓൾസോ ഡിഫറൻസ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ എവ്രി വൺ ഇസ് നോട്ട് ഈക്വൽ അല്ലെ. ഓരോരുത്തരുടെ പൊട്ടൻഷ്യലും ഓരോരുത്തർ ടാലന്റും ഡിഫറൻസ് ആണ്. അതിന് വെച്ചിട്ട് സ്റ്റേറ്റ് എന്ത് ചെയ്യണം? ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് നടത്തണം. എന്നാൽ മാത്രമേ ലിബർട്ടി ഉണ്ടാവുള്ളൂ. കാരണം ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നോർമൽ പീപ്പിൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളെ ഡിഫറെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അവർക്ക് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണം. അതാണ് എന്ത്? ലിബർട്ടി എന്ന് പറയുന്നത്. അതാണ് ജോൺ റൂൾസ് കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം. ആൻഡ് ഹിസ് കോൺസെപ്റ്റ് വി കൻ ഡീറ്റെയിൽ ആയിട്ട് എന്തിൽ പഠിക്കാം? ജസ്റ്റിസ് എന്ന ബ്ലോക്ക് 3 ഇതിൽ പഠിക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഇതാണ് മെയിൻ ആയിട്ട് ലിബർട്ടി ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പറയാനുള്ളത്. സോ ഹി ആക്ച്വലി ദ ഫ്രീഡം ടു സെൽഫ് ഡിറ്റർമൈൻ ക്യാൻ ബി അച്ചീവ്ഡ് വെൻ എ സൊസൈറ്റി ഫോളോ 3 യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് മാക്സിമം ലിബർട്ടി, ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഡിഫറൻസ് പ്രിൻസിപ്പിൾ. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് Amartya Sen concept of liberty. So Amartya Sen is actually an economist ആണ്. So and he upholds the capability approach. കാപ്പബിലിറ്റിയിലാണ് അദ്ദേഹം എന്ത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഫ്രീഡം എന്ന് പറയുന്നത്, ഒരു ലിബർട്ടി എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ സെൽഫ് ആയിട്ടുള്ള കാപ്പബിലിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. എന്നാലാണ് ലിബർട്ടി എന്ന കോൺസെപ്റ്റ് അവിടെ ഉണ്ടാവൂ എന്നാണ് പറയുന്നത്. ഹി ആക്ച്വലി says that the provision of social infrastructure such as education, health, employment might not be lead to individual freedom. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും എഡ്യൂക്കേഷനും ഹെൽത്തും ഒക്കെ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കും അല്ലെ. പക്ഷെ ഇതെന്താണ്? ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനെ പ്രൊമോട്ട് ചെയ്യില്ല എന്നാണ് അമർത്യ സെൻ പറയുന്നത്. But because individual can truly realize his freedom if he develop his capabilities. എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഗവൺമെന്റ് ലൈക്ക് ഒരു സ്കൂളിന് വേണ്ടിയിട്ട് ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടുത്തെ സ്റ്റുഡൻസിന് എഴുതാനും വായിക്കാനും പറ്റിയിട്ടില്ലെങ്കിൽ അത് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്ത കാര്യങ്ങൾ കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം ഹി ഡസ് നോട്ട് നോ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. Then how can you build his capability? How can we like do something for the society?
ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ, എഴുതാനും വായിക്കാനും പറ്റിട്ടില്ലെങ്കിൽ. അപ്പൊ എന്ത് ചെയ്യണം, ഓരോ കുട്ടിയുടെയും സെൽഫ് കാപ്പബിലിറ്റീനെ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ ലിബർട്ടി അറ്റൈൻ ചെയ്യൂ എന്നാണ് അമർത്യാസൻ പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, റിസർവേഷൻ എന്ന വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കാം. The government actually giving reservation to some reserved people. For example, the women, the lower caste and all. അതെന്തിനാണ് റിസർവേഷൻ കൊടുക്കുന്നത്? അവരുടെ കാപ്പബിലിറ്റീനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. അവർക്കൊരു ലൈക്ക് എല്ലാവരെ പോലെ ഈക്വൽ ആയിട്ട് കാണാൻ, ലിബർട്ടിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ദ ഗവൺമെന്റ് ഗിവിംഗ് റിസർവേഷൻ ടു ദ പീപ്പിൾ. പക്ഷെ അവരത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ, അവർക്ക് അത് റിസർവേഷനെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് ലിബർട്ടി ആയിട്ട് പറയാൻ പറ്റൂ? ഇല്ല അല്ലെ. സോ ദേ നീഡ് ടു യൂട്ടിലൈസ് ഇറ്റ്. ആൻഡ് ബിഫോർ ദാറ്റ് നമ്മുടെ റെപ്രസെന്റേറ്റീവ് അവരുടേക്ക് ഈ റിസർവേഷൻ എത്തിക്കുകയും അവരുടെ സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുകയും വേണം. എന്നാൽ മാത്രമേ ദേ ക്യാൻ ബി അറ്റൈൻ എനിത്തിങ് അല്ലെ. അതർവൈസ് വി കാൻ കോൾ ടേക്സ് ലിബർട്ടി. ബേസിക് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്തത് കൊണ്ടോ ഈക്വൽ ആയിട്ട് എല്ലാവരെയും കൺസിഡർ ചെയ്തത് കൊണ്ടോ നമുക്ക് ലിബർട്ടി വരില്ല. വി ഹാവ് ടു ഇൻക്രീസ് അവർ കാപ്പബിലിറ്റി. എന്നാൽ മാത്രമേ നമുക്ക് തോട്ടും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് വാട്ട് അമർത്യാസൻ കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഇസ് ഫെമിനിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി. സോ ഫെമിനിസം എന്ന വേർഡ് മെയിൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ദ റൈറ്റ്, ദ ഫ്രീഡം ഓഫ് വിമന് വേണ്ടിയിട്ടാണ് അല്ലെ. വിമൻസിൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് അവരുടെ എന്താണ് റൈറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എമേർജ് ചെയ്ത കോൺസെപ്റ്റ് ആണ് ഫെമിനിസം എന്ന കോൺസെപ്റ്റ്. സോ ഫെമിനിസ്റ്റ് പറയുന്നത് ദ ഫസ്റ്റ് സ്ലേവ് ഇൻ ദ വേൾഡ് ഇസ് വിമൻ. ആരാണ്? വിമൻ ആണ് ലോകത്തിലെ ഫസ്റ്റ് സ്ലേവ്, അടിമകൾ എന്ന് പറയുന്നത്. അല്ലെ, കാരണം അത്രയും എന്താണ് പ്രശ്നങ്ങളാണ്, പ്രോബ്ലംസ് ആണ് വിമൻസ് പാസ്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ some women also faces some problem because of this patriarchy, conservative thought of the people and all, but still it progressing അല്ലെ, ഇതിപ്പോ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഫെമിനിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 4 പ്രിൻസിപ്പിൾസ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഡിവൈഡ്, പാട്രിയാർക്കി, സെക്സ് ആൻഡ് ജെൻഡർ, ഈക്വാലിറ്റി ആൻഡ് ഡിഫറൻസ്. സോ പബ്ലിക് ആൻഡ് പ്രൈവറ്റില് ഓൾ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് പബ്ലിക് ഇഷ്യൂവിനെ ആയിരിക്കും. പബ്ലിക്കിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രൈവറ്റ് ആയിട്ട് നടക്കുന്നത് എന്ന് വെച്ചാൽ ഹൗസ് ഹോൾഡിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ആർക്കും അറിയത്തില്ല. സോ ഓൾ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ. എല്ലാ പേഴ്സണൽ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്രോബ്ലം ആണ് എന്നാണ് ഫെമിനിസ്റ്റ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹൗസ് ഹോൾഡില് ദ വിമൺ ഈസ് ആക്ച്വലി സഫറിങ് എ ലോട്ട്. കാരണം മെൻസ് അവരുടെ തോട്ട്സിനെയും അവരുടെ എബിലിറ്റിനെയും അവരുടെ ഫ്രീഡത്തിനെയും സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവർക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നില്ല. സോ വി ഷുഡ് എന്താണ് കൺസിഡർ ഓൾ ദ പ്രൈവറ്റ് ഇഷ്യൂ ആസ് എ പബ്ലിക് ഇഷ്യൂ. എന്നാൽ മാത്രമേ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് വൺ ഇസ് പാട്രിയാർക്കി. പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മെന്നിന് ഇമ്പോർട്ടൻസ്, മെൻ ഡോമിനന്റ് സൊസൈറ്റി എന്നാണ് പാട്രിയാർക്കൽ സൊസൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഡിപ്രൈവ്ഡ് വിമൻ ഫ്രം ദെയർ റിയൽ ഫ്രീഡം. ഒരു വിമൻസിന്റെ റിയൽ ഫ്രീഡം ആ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നടത്താൻ പറ്റില്ല. കാരണം ഓൾവേസ് ദ വോയിസ് വി ക്യാൻ ഹിയർ ദ മെൻ വോയിസ്. മെന്നിന്റെ വോയിസ് മാത്രമേ അവിടെ ഡോമിനന്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. വിമൻസിന്റെ വോയിസ് അവിടെ എന്താണ്? താഴെയാണ്. അവർക്ക് വോയിസ് അവിടെ ഇല്ല. കാരണം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, വിമൻ പോലും എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഈ മെൻ ആണ്. ലൈക്ക് നമുക്ക് ഹൗസ് ഹോൾഡിലെ കാര്യങ്ങളായാലും സൊസൈറ്റിന്റെ കാര്യങ്ങളായാലും എടുത്തു നോക്കിയാൽ അറിയാം, ദ വിമൻസ് കാൺ ഡു മച്ച് തിങ്സ് ബിക്കോസ് ദ മെൻ ആർ കൺട്രോളിങ് എവറിഥിങ് അല്ലെ. സോ സെക്സ് ആൻഡ് ജെൻഡർ. സോ മെയിൻ ആയിട്ട് ഈ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തത് ഈ സെക്സ് ആൻഡ് ജെൻഡറിന്റെ ഡിഫറൻസ് ആണ്. സെക്സ് എന്ന് പറഞ്ഞാൽ ദ ബയോളജിക്കൽ ഡിഫറൻസ്. ബയോളജിക്കലി ദ മെൻ ആൻഡ് വിമൻ ആർ നോട്ട് ഈക്വൽ അല്ലെ. സോ ദേ ഹാവ് സം ഡിഫറൻസ് ഇൻ ദ ബയോളജിക്കൽ. അതാണ് എന്ത് ഈ ഒരു ഇനീക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ള ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്. ദ സെക്കൻഡ് വൺ ഇസ് ജെൻഡർ. ജെൻഡർ ഇസ് ആക്ച്വലി എ സോഷ്യൽ കൺസ്ട്രക്ഷൻ. സോഷ്യൽ സൊസൈറ്റി ഡിവൈഡ് ചെയ്തതാണ് ജെൻഡർ എന്ന് പറഞ്ഞത്. കാരണം മെയിൽ ആൻഡ് വിമൻ, ദ മെയിൽ ക്യാൻ ഡു ദിസ് തിങ്സ്, വിമൻ കാൻ ഡു സച്ച് തിങ്സ്. ഫോർ എക്സാമ്പിൾ, വിമൻ എന്തായിരിക്കണം? എപ്പോഴും മെന്നിനെ പരിപാലിക്കുന്ന ഒരാളായിരിക്കണം. ആദ്യം അച്ഛൻ,
പിന്നെ ഭർത്താവ്, പിന്നെ മക്കളുടെ കൺട്രോളിൽ. ഇതാണ് ഒരു വുമണിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ. അവർക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, അവരെ നോക്കണം. ഇവരെ വിമൺ ആര് നോക്കും? വിമന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, വിമന്റെ വിഷൻ എന്താണ്, അതൊന്നും ആർക്കും അറിയണ്ട. ദേ ഷുഡ് ഗിവ് ഇമ്പോർട്ടൻസ് ടു മെൻ. ആൻഡ് മെനിന്റെ കാര്യം എടുത്തു നോക്കിയാലോ, അവർ ഇമോഷണലി അല്ല, അവർ കരയാൻ പാടില്ല. ഫാമിലി ബേർഡൻ ഒക്കെ എന്താണ്, മെന്നിന്റെ അണ്ടറിലാണ് വരുന്നത്. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്താണ് സൊസൈറ്റി ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതുപോലെ നടക്കണം. അതുകൊണ്ടാണ് ഇതൊക്കെയാണ് എന്ത് ഇനീക്വാലിറ്റി ക്രിയേറ്റ് ചെയ്തത്. ഈക്വാലിറ്റി ആൻഡ് ഡിഫറൻസ് പറയുമ്പോൾ ദ പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ ടു ദിസ് വിമൻ, എന്നാൽ മാത്രമേ ഈക്വാലിറ്റി ഉണ്ടാവുള്ളൂ, അല്ലെ? സോ ലിബർട്ടി എന്ന കോൺസെപ്റ്റ്, ഫെമിനിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി ഫോക്കസ് ചെയ്യുന്നത് ലൈക്ക് ദ വിമൻ ആർ സപ്രസിങ്, ദ സെയിം ടൈം ദ മെൻ ആർ ലൈക് ഫേസിങ് എ ലോട്ട് ഓഫ് ഫ്രീഡം. സോ ഇത് മാറ്റി നിർത്തപ്പെട്ടിട്ട് രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വി ഷുഡ് കൺസിഡർ ദ പ്രോബ്ലം ഓഫ് ദ വിമൻ ആൻഡ് ഓൾസോ വി ഷുഡ് പ്രൊമോട്ട്, വി ഷുഡ് ഗിവ് കൺസിഡറേഷൻ ആൻഡ് അപ്ലിഫ്റ്റ് ദ വിമൻ ടു സൊസൈറ്റി. അതാണ് മെയിൻ ആയിട്ട് ഫെമിനിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് കൺസർവേറ്റീവ് വ്യൂ ഓഫ് ലിബർട്ടി. കൺസർവേറ്റിസം എന്നൊരു വാക്ക് നിങ്ങൾ മെയിൻ ആയിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഒരു സൊസൈറ്റി കൺസർവേറ്റീവ് ആണ്, അല്ലെ? അതുപോലെ തന്നെ നമ്മൾ മാരേജ് ഒരു 18 years ഓൾഡിലൊക്കെ ഒരു വിമനിന്റെ കല്യാണം കഴിച്ചു വിട്ടുകയാണെങ്കിൽ ദേ ആർ ഓർത്തഡോക്സ് ഫാമിലി, ദേ ആർ കൺസർവേറ്റീവ് ഫാമിലി എന്ന് പറയും. കാരണം എന്താണ്, ഒരു ചേഞ്ചിനെയും ഇഷ്ടപ്പെടാണ്ട് നമ്മുടെ ട്രഡീഷനെയും നമ്മുടെ കസ്റ്റംസിനെയും ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് കൺസർവേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കൺസർവേറ്റീവ് കോൺസെപ്റ്റ്. ദേ ആർ എഗെയിൻസ്റ്റ് ദ ചേഞ്ച്, റിഫോംസ് ആൻഡ് റെവല്യൂഷൻസ്. അവർക്ക് ഇഷ്ടമല്ല മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരു സെൽഫ് ലിബർട്ടി അല്ലെങ്കിൽ സെൽഫ് ഡിറ്റർമിനേഷൻ വരില്ല എന്നാണ് കൺസർവേറ്റീവ്സിന്റെ വ്യൂ എന്ന് പറയുന്നത്. കാരണം നമ്മൾ പഴയ കാലം ഇപ്പോഴും എടുത്ത് നോക്കി, കാരണം ഒരുപാട് ചേഞ്ച് ആയി, അല്ലെ? വാട്ട് ഈസ് അവർ മെന്റാലിറ്റി ഇൻ ദ പാസ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് യെറ്റ് ലൈക്ക് ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് നൗ, ഇറ്റ് ചേഞ്ച്ഡ് എ ലോട്ട്. എസ്പെഷ്യലി നമ്മൾ ഡൗറി സിസ്റ്റവും മാരേജ് സിസ്റ്റവും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം ചേഞ്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഡ്രസ്സിംഗ് സെൻസ് അടക്കം ചേഞ്ച് ആയിട്ടുണ്ട്. ദാറ്റ് ബിക്കോസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ചേഞ്ച്, ദാറ്റ് ബിക്കോസ് ഓഫ് ദിസ് ഗ്ലോബലൈസേഷൻസ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു കൺസർവേറ്റീവ് കോൺസെപ്റ്റ് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അവർ എന്താണ് പറയുന്നത്, ഇൻഡിവിജ്വൽസ് ക്യാൻ അച്ചീവ് ലിബർട്ടി ഇഫ് ദ ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ ഇസ് മെയിൻറ്റെയിൻ ഇൻ സൊസൈറ്റി. ഒരു ഇൻഡിവിജ്വലിന് ലിബർട്ടി അറ്റൈൻ ചെയ്യാൻ എപ്പോഴേ പറ്റുള്ളൂ, ആ ഒരു സൊസൈറ്റിയിൽ ഓർഡറും ഡിസിപ്ലിനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ബ്രൂക്ക് പറഞ്ഞിരിക്കുന്നത്, ഹീസ് എ തിങ്കർ ഇൻ കൺസർവേറ്റീവ് കോൺസെപ്റ്റ് ആൻഡ് ഹി സെഡ് ദാറ്റ് വൺ ഷുഡ് അക്കോമഡേറ്റ് ദ ചേഞ്ച്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യല്ല ചേഞ്ചിനെ, നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണം, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം ചേഞ്ചിനെ. പക്ഷെ എന്ത് ചെയ്യണം, നമ്മുടെ കസ്റ്റംസിനെയും നമ്മളുടെ ലോസിനെയും ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് അതിന് പുതിയ ചേഞ്ചിനെ മനസ്സിലാക്കാൻ പറ്റണം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ അപ്ഡേറ്റഡ് വിത്ത് ദ ന്യൂ ട്രെൻഡ്. ദാറ്റ് ടൈം വി ആർ നോട്ട് ഗോയിങ് ടു ലൂസ് അവർ ട്രഡീഷൻസ് ആൻഡ് എവറിത്തിങ്. എന്നാൽ മാത്രം നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ an ഓർഗാനിക് സൊസൈറ്റി is a vital for the conservatives. ഓർഗാനിക് സൊസൈറ്റിന് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓർഗാനിക് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൺസർവേറ്റീവ് വ്യൂ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഓർഗനെയും ലൈക്ക് ഇൻ സൊസൈറ്റി ദർ ഇസ് എൻ ഈച്ച് ഓർഗൻ. ഓരോ ഓർഗനും എന്താണ്, മറ്റൊരു ഓർഗനെ ഡിപ്പെൻഡഡ് ആണ്. ഫോർ എക്സാമ്പിൾ the brain can only function if it is a part of this body. ബ്രെയിന് ഫങ്ഷൻ ഉണ്ടാവുള്ളൂ എപ്പോഴും ഒരു ബോഡീന്റെ പാർട്ടിലായാൽ മാത്രം. അതുപോലെ തന്നെ നമ്മൾ ഓരോ ഓർഗൻ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഓരോ സെൽ എടുത്ത് നോക്കുകയാണെങ്കിലും ഇറ്റ്സ് ഡിപ്പെൻഡന്റ്. ഒറ്റയ്ക്ക് ഒരു വർക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല, ഡിപ്പെൻഡന്റ് ആണ്, അല്ലെ? സോ ലൈക്ക് ഫോർ എക്സാമ്പിൾ ലൈക്ക് ഈ ഒരു ബ്ലഡ് വെസൽസിന്റെ എന്താണ് ലൈക്ക് അതെ ആ ബ്ലഡ് വെസൽസിന്റെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ടു സപ്ലൈ ദ ബ്ലഡ് ടു എവറി പാർട്ട് ഓഫ് ദിസ് ബോഡി. ആൻഡ് ആ ഒരു ബ്ലഡ് വെസൽസിന് എന്താണ് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, ലൈക്ക് വിത്ത് ഹാർട്ട് പമ്പ് ചെയ്താൽ മാത്രമേ ലൈക്ക് ബ്ലഡ് വെസൽസിലൂടെ എല്ലാ ബോഡി പാർട്സിലേക്ക് എത്തുള്ളൂ. സോ ഓരോ ഓർഗനും, ഈച്ച് ഓർഗൻ ഇസ് ഡിപ്പെൻഡന്റ് ആൻഡ് കണക്റ്റഡ് വിത്ത് ദിസ് നെക്സ്റ്റ് ഓർഗൻ. എന്ന് വെച്ചാൽ സൊസൈറ്റിയിലെ ഓരോ ഇൻഡിവിജ്വലും മറ്റൊരു ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ സൊസൈറ്റിനെ ഡിപ്പെൻഡഡ് ആണ്, നമ്മൾ ഫാമിലിനെ ഡിപ്പെൻഡഡ് ആണ്.
ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ഡിപ്പെൻഡൻസി വഴിയിലൂടെയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു കാര്യം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നമുക്ക് പറഞ്ഞു തരണം. ഫോർ എക്സാമ്പിൾ, ഒരു ഫാമിലിയിൽ ഒരു ചൈൽഡിന് എന്തും ചെയ്യാനുള്ള അവകാശമില്ല. കാരണം ലൈക്ക് ദ ഫാമിലി, അവരുടെ ഫാദർ കുറച്ച് കാര്യങ്ങൾ റെസിസ്റ്റ് ചെയ്യും. അത് എന്താണ്, ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, അദ്ദേഹം എന്താണ് ഗൈഡ് ചെയ്യാണ് ആ കുട്ടീനെ ലൈക്ക് നല്ല കാര്യങ്ങളിലേക്ക്, എന്താ ലൈക്ക് സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗൈഡ് ചെയ്യാണ്. ഈ ഗൈഡൻസ് എന്താണ് കൺസർവേറ്റീവ് സൊസൈറ്റിയിൽ വേണം, എന്നാൽ മാത്രമേ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ എന്നാണ് കൺസർവേറ്റീവ് വ്യൂ ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. So let's sum up about this. Like they are just focusing about, they are not accepting the changes, and if changes occurs, we can't attain the liberty എന്നാണ് കൺസർവേറ്റീവ് വ്യൂ ഓഫ് ലിബർട്ടി പറയുന്നത്. And the last one is post modern concept of liberty. പോസ്റ്റ് മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി ആക്ച്വലി മോഡേൺ കോൺസെപ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വന്നതാണ്. സോ മോഡേൺ കോൺസെപ്റ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈക്ക് they should actually adapt all the changes and they should always focus about the traditions and all. But post modern concept പറയുന്നത് അങ്ങനെ ഒരു എക്സാക്ട് അല്ലെങ്കിൽ വൺ നോളജ് അല്ലെങ്കിൽ വൺ വിസ്റ്റം എന്ന് പറയുന്ന ഒരു റൂൾസ് ഇല്ല. like it is about the people ആണ്. Like for example, individual will be able to realize freedom if they are able to reject the established system of knowledge and information and they assert their own knowledge. ഓരോരുത്തരുടെ നോളജ് ഉണ്ടാക്കിയാൽ മാത്രമേ അവിടെ ലിബർട്ടി ഉണ്ടാവുള്ളൂ. ഒരു അബ്സല്യൂട്ട് റൂൾസ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് നോളജ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. നമ്മൾ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരാളുടെ പെർസ്പെക്റ്റീവ്, ഒരാളുടെ ഡയമെൻഷനിൽ മാത്രം നോക്കരുത്. വി ഹാവ് ടു ലുക്ക് ഇൻ എ ഡിഫറെന്റ് ഡയമെൻഷൻ. എന്നാൽ മാത്രമേ ലിബർട്ടി അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. And post-modern says that every individual or society should create their own truth and research and establish their own truth. അപ്പൊ ഓരോ ഇൻഡിവിജ്വലും തങ്ങളുടേതായിട്ടുള്ള ട്രൂത്തും നോളജും ഫൈൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു സെൽഫ് ഡിറ്റർമിനേഷൻ അവിടെ വരുള്ളൂ. ഒരാൾ ഉണ്ടാക്കി വെച്ചോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഉണ്ടാക്കി വെച്ച റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ we can't never attain this liberty ആണ്. കാരണം നമുക്ക് അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. നമ്മളായിട്ടുള്ള പെർസ്പെക്റ്റീവില് നോക്കി കാണും അല്ലെ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു തിയറി പഠിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ജസ്റ്റ് സ്റ്റഡിങ് അബൌട്ട് ദിസ് പോസ്റ്റ് മോഡേണിസം, എന്താണ് നമ്മൾ മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് വി ഹാവ് ടു ഫൈൻഡ് അവർ ഓൺ വ്യൂസ് അബൌട്ട് ദിസ് പോസ്റ്റ് മോഡേണിസം. എന്നാൽ മാത്രമേ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ എന്നാണ് പോസ്റ്റ് മോഡേൺ കോൺസെപ്റ്റ് പറയുന്നത്. And Frederick actually advocated nihilism, that is mean like people create their own world and make their own choice, their own values. എന്ന് വെച്ചാൽ മൊറാലിറ്റിനെയും സൊസൈറ്റി ഉണ്ടാക്കിയ ലോസ് ആൻഡ് റെഗുലേഷനെയും അദ്ദേഹം ഒപ്പോസ് ചെയ്യുന്നു. ഓരോരുത്തർക്ക് വേണ്ട വാല്യൂസ് പ്രൊമോട്ട് ചെയ്യണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ this is the overall view about this second unit. So far we discussed about the neoliberal, അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് പഠിച്ചു, മാർക്സിസ്റ്റ് വ്യൂ പഠിച്ചു, കൺസർവേറ്റീവ് വ്യൂ പഠിച്ചു, ദെൻ പോസ്റ്റ് മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചത് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് എന്താണ്? സെൽഫ് ഡിറ്റർമിനേഷൻ വരുത്തുക, സ്വയം എബിലിറ്റി ടു ഡു സംതിങ് എന്നാണ് പഠിച്ചത് അല്ലെ. സോ ലിബർട്ടി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവർ ഉണ്ടാക്കി വെച്ച റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യുകയല്ല. നമ്മളുടെ കാപ്പബിലിറ്റി നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു കാപ്പബിലിറ്റീനെ ഡെവലപ്പ് ചെയ്യണം എന്നിട്ട് സൊസൈറ്റിക്ക് പുതിയ കോൺട്രിബ്യൂഷൻസ് കൊടുക്കണം. അതാണ് ലിബർട്ടി. അല്ലാണ്ട് ലിബർട്ടി ഇസ് നോട്ട് മീൻസ് ലൈക്ക് ഫ്രീ ഫ്രം ദിസ് ഇന്നർ ഓർ പൊളിറ്റിക്കൽ ഓർ ഫ്രീഡം ടു ഡു എനിത്തിങ് ദാറ്റ് ദി വിഷ്. അതല്ല ലിബർട്ടി എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു ഫ്രീ സ്പേസില്, നമ്മളുടെ ബൗണ്ടറീസിൽ നമ്മളെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം, സെൽഫ് ഡിറ്റർമിനേഷൻ വരുത്തണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ ഫ്രീഡത്തിനെയും നമ്മൾ ഓപ്പോസ് ചെയ്യാൻ പോകാൻ പാടില്ല. നമ്മൾ റിജക്ട് ചെയ്യാൻ പാടില്ല. വി ഡോണ്ട് വാണ്ട് ടു ഇന്റർഫിയർ അനദേഴ്സ് ഫ്രീഡം. വി ഹാവ് ടു റിയലൈസ് ദാറ്റ്. സെൽഫ് റിയലൈസേഷൻ വേണം ലിബർട്ടിയിൽ. ഇതാണ് ലിബർട്ടി എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നോക്കാം. പ്രീവിയസ് ഇയറിൽ മെയിൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സാമിൻ മത്യാസൻ കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി. അപ്പൊ എന്തായാലും മോർ ദാൻ 10 മാർക്സിനായിരിക്കും ഒരു
ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ അമർത്യാസൻ കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി മാത്രമായിട്ടല്ല എഴുതി വെക്കേണ്ടത്. ആദ്യം ജസ്റ്റ് ഗിവ് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻസ് അബൌട്ട് ദിസ് വാട്ട് ഇസ് കോൾഡ് ലിബർട്ടി. ലിബർട്ടി എന്നൊരു കോൺസെപ്റ്റ് ആദ്യം എഴുതി വെച്ചിട്ട് ആദ്യം ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഫസ്റ്റ് യു ഹാവ് ടു ഗിവ് എൻ ഇൻട്രൊഡക്ഷൻ, then give the title of what is liberty, then explain the അമർത്യാസൻ കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി. ലൈക്ക് മെയിൻ ആയിട്ട് കാപ്പബിലിറ്റിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് അമർത്യാസൻ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ ഗിവ് സം വാലിഡ് എക്സാമ്പിൾസ് ആൻഡ് ഓൾസോ. ദെൻ ലാസ്റ്റ് എന്തായിരിക്കണം, കൺക്ലൂഷനും കൂടി കൊടുക്കണം. ഇതാണ് സ്ട്രക്ചർ ഓഫ് ദിസ് എന്താണ് ആൻസർ ഷീറ്റ് എന്ന് പറഞ്ഞത്. സെക്കൻഡ്, ഫെമിനിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം ആണ്. സോ ഇങ്ങനെയും ചോദിച്ചിരിക്കാം, വാട്ട് ഇസ് ഇക്വാലിറ്റി ആൻഡ് ഡിഫറൻസസ് ഇൻ ദ കോൺസെപ്റ്റ് ഓഫ് ഫെമിനിസ്റ്റ്. അപ്പൊ പാട്രിയാർക്കി ആ ഒരു 4 കോൺസെപ്റ്റിൽ എന്ത് കാര്യം ചോദിച്ചാലും ഫെമിനിസ്റ്റ് വ്യൂ ഓഫ് കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യണം. സോ ഇതും അങ്ങനത്തെയാണ്. ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ആദ്യം ലിബർട്ടിന്റെ ഒരു ബേസിക് എന്താണ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ദെൻ ഫെമിനിസ്റ്റ് എന്താണ്, ഫെമിനിസ്റ്റ് വ്യൂ എന്താണ് പറയുന്നത്, ഫെമിനിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി അല്ലെങ്കിൽ ഫ്രീഡം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക ആ 4 പോയിന്റ്സിലൂടെ. ഇതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി സെക്കൻഡ് യൂണിറ്റ്. സോ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ്, തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. സോ സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് ഭാഗത്ത് കാണാൻ പറ്റുന്ന എന്താണ്, എഗെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി ആൻഡ് ടു കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി ആണ്. അത് ഞാൻ മാറ്റിയിട്ടുണ്ട്, കാരണം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു പേപ്പറിൽ ഫസ്റ്റ് ബ്ലോക്കിൽ എന്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർ കണക്ട് ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റും. കാരണം കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി, ഡിഫറെന്റ് വ്യൂസ് ഓഫ് ലിബർട്ടി ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പേപ്പറിൽ നമ്മൾ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോ ലൈക്ക് വാട്ട് ഇസ് കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമുക്ക് ലിബർട്ടി ഓഫ് കോൺസെപ്റ്റ് എന്താണെന്ന് എഴുതാം, ഡിഫറെന്റ് വ്യൂസ് അബൌട്ട് ദിസ് കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി എഴുതാം. സോ സെക്കൻഡ് യൂണിറ്റിൽ കാര്യങ്ങളും എന്താണ്, കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി എക്സാമിന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. സോ if you have any queries, you are free to ask. Let's meet in the next class. Okay.